അക്കൗണ്ടിങ് ബേസിക്സ് എന്ന് ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾ പലരും പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് അത് പറഞ്ഞ് തുടങ്ങുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാനത് പറയുന്നതേ ഇല്ല. കാരണം ദാറ്റ് ട്രഡീഷണൽ റൂൾസ് ആർ ഔട്ട്ഡേറ്റഡ്. ലോകത്തെങ്ങും ഇത് പഠിപ്പിക്കുന്നില്ല, പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് അത് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് രാജ്യത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കൗണ്ടിങ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതല്ല പഠിക്കേണ്ടത്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ അഥവാ ഇക്വിറ്റി എന്നാണ് വിദേശത്ത് പറയുന്നത്, നമ്മളിവിടെ ക്യാപിറ്റൽ എന്നാണ് സാധാരണ പറയുന്നത്. എന്നിട്ട് രണ്ടെണ്ണം കൂടെ ഉണ്ട്, എക്സ്പെൻസ് ആൻഡ് ഇൻകംസ്. ഇൻകംസിന് റവന്യൂ എന്നാണ് വെളിയിൽ പറയുന്നത്, നമ്മൾ സാധാരണ ഇൻകം എന്ന് പറയുന്നത്. ഈ ഈ 5 എണ്ണമാണ്. അല്ലാതെ റിയൽ, പേഴ്സണൽ, നോമിനൽ, അതുമല്ലെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ഗോസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലത്ത് അക്കൗണ്ടിങ് മനസ്സിലാകത്തില്ല. ഈ ഇടതുവശത്ത് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ 2 അക്കൗണ്ടുകളെയാണ് ഡെബിറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഡെബിറ്റ് അക്കൗണ്ട്സ് അസറ്റ് ആയാലും എക്സ്പെൻസ് ആയാലും അതിന് ഇടതുവശത്ത് എഴുതിയാൽ പ്ലസും വലതുവശത്ത് എഴുതിയാൽ മൈനസും ആയിരിക്കും. ഇതാണ് ഡെബിറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. Assets and expenses are debit accounts. ഇനി മറുവശം liabilities, capital and income. These are credit accounts. ഇത്രയേ ഉള്ളൂ ഇത്രയും മനസ്സിലായാൽ മതി. ഇതിനെ ക്ലാസിഫൈ ഈ അക്കൗണ്ട്സ് ബേസിക്കലി 5 അക്കൗണ്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഇടതുവശത്ത് പ്ലസ് ഇടുന്നത്, അതായത് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇടതുവശം എന്ന് പറയുന്നതിനാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് ഇടതുവശത്ത് വരികയാണെങ്കിൽ അത് ഡെബിറ്റ് അക്കൗണ്ടാണ്. ഉദാഹരണം ക്യാഷ്, ജസ്റ്റ് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് അസെറ്റ് ക്യാഷ്. ക്യാഷ് വരികയാണെങ്കിൽ നമ്മളിവിടെ എഴുതും, ക്യാഷ് പോവുകയാണെങ്കിൽ ഇവിടെ എഴുതും. മനസ്സിലായല്ലോ? മൈനസ് ഇവിടെ, പ്ലസ് ഇവിടെ. അതേസമയം ഒരു ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണമായിട്ട് ബാങ്ക് ലോൺ, ഒരു ലോൺ ഉണ്ടാകുക, 10,000 രൂപയുടെ ഒരു ലോൺ എടുത്തു, എന്നിട്ട് ലോൺ തിരിച്ചടച്ചു, ഇങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? ലയബിലിറ്റീസ് ആർ ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ട്സ്, അസറ്റ്സ് ആർ ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ട്സ്. അതുപോലെ ലയബിലിറ്റി തന്നെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലയബിലിറ്റി ഫ്രം ഔട്ട്സൈഡ് ഈസ് ലയബിലിറ്റി ആൻഡ് ലയബിലിറ്റി ഫ്രം ദ ഓണർ. അതൊക്കെ പിന്നീട് ഒരു സമയത്ത് ഞാൻ പറയാം, പിന്നീട് ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ. അതുപോലെ ഇൻകംസ് ആർ ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് അക്കൗണ്ട്സ്. ഇപ്പോൾ ഇൻകം റിസീവ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിൽ എഴുതും. ഇൻകം റൈറ്റ് ഓഫ് ചെയ്യുന്ന കേസ് വളരെ റെയറായിട്ട് സംഭവിക്കും, അത് ഡെബിറ്റ് വരുന്ന വളരെ റെയറായിട്ട് വരും. അപ്പോൾ ഇതാണ് ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെ ബേസിക് റൂൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. 3 മിനിറ്റ് കടന്നെന്ന് തോന്നുന്നു. ലെറ്റ് മീ സീ.